സ്കൂൾ ക്യാബിനറ്റ് ചുമതലയേറ്റു. കായംകുളം ശ്രീനാരായണ സെൻട്രൽ സ്കൂളിലാണ് സ്ഥാനാരോഹണ ചടങ്ങ് നടത്തിയത്. ലീഡർ തെരഞ്ഞെടുപ്പും നടത്തി. കായംകുളം ശ്രീനാരായണ സെൻട്രൽ സ്കൂളിലാണ് ലീഡർ തെരഞ്ഞെടുപ്പും സ്ഥാനാരോഹണ ചടങ്ങും നടന്നത്. മുഖ്യാതിഥിയായ കായംകുളം മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ സമീർ, മാനേജ്മെന്റ് അംഗങ്ങൾ എന്നിവർ ചേർന്ന് ഭദ്രദീപം തെളിച്ചു. ഇലക്ഷൻ വോട്ട് ചെയ്യാനായിട്ട് പോകുമ്പോൾ ചിലപ്പോൾ ഒരു 5 മിനിറ്റ് കൊണ്ട് നമ്മുടെ പ്രോസസ്സ് തീരും. പക്ഷെ അത് മാസങ്ങളോളം ഉള്ള ഒരു പ്രവർത്തനം എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് കളക്ടറുടെ നേതൃത്വത്തിൽ ജില്ലാടിസ്ഥാനത്തിൽ ഓഫീസുകൾ തുറന്ന്, ഇലക്ഷൻ കമ്മീഷന്റെ ഓഫീസുകൾ ജില്ലാടിസ്ഥാനത്തിൽ തുറന്ന് അത് താലൂക്ക് അടിസ്ഥാനത്തിലേക്കും താഴോട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും എല്ലാം വ്യാപിപ്പിച്ച് ഒരു വലിയ പ്രോസസ്സാണ്. ഇപ്പം നിങ്ങളുടെ സ്കൂളിൽ ഈ ഇലക്ഷൻ നടന്നപ്പം ടീച്ചർ പറഞ്ഞ പോലെ ഇലക്ഷന്റെ ക്യാമ്പയിൻ ഉണ്ടായിരുന്നു. നിങ്ങൾ വോട്ട് പിടിക്കാനായിട്ട് സ്ഥാനാർത്ഥികൾ ഓരോ കുട്ടികളുടെ അടുത്ത് പോകുന്നതും എല്ലാം നിങ്ങൾക്ക് ഭാവിയിൽ ഒരു എക്സ്പീരിയൻസ് ആണ്. നമ്മുടെ രാജ്യം ജനാധിപത്യ രാജ്യമാണ്. ജനങ്ങളെ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളാണ് നമ്മളെ ഭരിക്കുന്നത്. ഇപ്പം ഏറ്റവും അവസാനം നമ്മുടെ നടന്ന ഇലക്ഷൻ എന്ന് വെച്ചാൽ നമ്മുടെ നിയമസഭാ ഇലക്ഷനാണ്. 140 നിയമസഭാ മണ്ഡലങ്ങളുണ്ട്. ഇതിൽ ഒരു പാർട്ടിയെ പ്രതിനിധീകരിച്ച് വിജയിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഏത് പാർട്ടികളാണോ അവർ ചേർന്നിട്ടാണ് മുഖ്യമന്ത്രിയെയും മറ്റു മന്ത്രിമാരെയൊക്കെ തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന കൂടുതൽ ഭൂരിപക്ഷത്തിൽ ജയിക്കപ്പെടുന്നതും കൂടുതൽ ആൾക്കാർ വോട്ട് ചെയ്യുന്നതുമായ നേതാക്കളാണ് ഭരണ നേതൃത്വത്തിലേക്ക് വരുന്നത്. സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ റീന ടി രഘുനാഥ് സ്വാഗതം പറഞ്ഞു. ശ്രീനാരായണ സെൻട്രൽ സ്കൂളിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ഇലക്ഷനിലൂടെ ഹെഡ് ബോയ്, ഹെഡ് ഗേൾ തുടങ്ങിയ പദവികളിലേക്ക് കുട്ടികളെ തെരഞ്ഞെടുക്കുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ പങ്കാളികളായവരാണ് സ്റ്റാൻഡേർഡ് 10 and 12 സ്റ്റുഡൻസ്. They are also sitting here to watch this ceremony. ഇന്നത്തെ പുതിയ സാഹചര്യം നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ്. ഒരു വലിയ ഗവൺമെന്റിനെ മുട്ടുപൊട്ടിച്ച പുതിയ തലമുറയുടെ കാൽവെപ്പിന് തുടക്കമായത് നാം ഏവരും അറിഞ്ഞു കഴിഞ്ഞു. ഇന്ത്യ എന്ന് പറയുന്നത് ഒരു വലിയ ജനാധിപത്യ രാഷ്ട്രമാണ്. ആ ജനാധിപത്യ രാഷ്ട്രത്തിലെ അവസാന വാക്ക് ജനങ്ങളാണ് എന്നുള്ള തിരിച്ചറിവ് കഴിഞ്ഞ 2-3 ദിവസത്തിനുള്ളിൽ നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. സ്കൂൾ മാനേജർ ഡോക്ടർ പി പത്മകുമാർ, വൈസ് പ്രിൻസിപ്പാൾമാർ എന്നിവർ ചേർന്ന് ബാഡ്ജ് അണിയിച്ചു. കുട്ടികൾ പ്രതിജ്ഞാവാചകം ഏറ്റുചൊല്ലി. With honesty, dedication and integrity, I promise to uphold the values and traditions of our institution. 12ാം ക്ലാസ് വിദ്യാർത്ഥികളായ ആദിദേവ് പ്രകാശ്, നിവേദ്യ കൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സ്കൂൾ ക്യാബിനറ്റ് ആണ് ചുമതലയേറ്റത്. പള്ളിയമ്പിൽ ശ്രീകുമാർ, പ്രൊഫസർ TM സുകുമാരബാബു, മധുബാലൻ, ധനപാലൻ, ബീന, സോനു ടി ജേക്കബ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം.